ഹായ് വെൽക്കം ടു സജീസ് ഇന്നോവേഷൻസ്. ഇന്ന് വളരെ ഡിഫറെന്റ് ആയിട്ടൊരു വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. അതിന്റെ മുമ്പൊക്കെ കുറെ ഐറ്റംസ് കാണാൻ പറ്റും കേട്ടോ. ഈ ഐറ്റംസ് എന്താണെന്ന് വെച്ചാൽ വീഡിയോ തുടക്കത്തിൽ ഞാൻ പറയട്ടെ, ഈ വീഡിയോ ശരിക്കും വാവ് എന്ന് പറയാൻ വേണ്ടി ഒന്നുമില്ല കേട്ടോ. കുറച്ച് ഐറ്റംസ്, അതായത് കഴിഞ്ഞ 2-3 ദിവസങ്ങളായിട്ട് ഞാനും എൻ്റെ ഭാര്യയും കൂടെ ഞങ്ങളുടെ കിച്ചണിലേക്കുള്ള കുറെ ഐറ്റംസ് പർച്ചേസ് ചെയ്തു. ഞങ്ങളുടെ കിച്ചൺ പലർക്കും അറിയാം, എൻ്റെ കുക്കിംഗ് വീഡിയോസ് കാണുന്നവർക്ക് അറിയാം, ഞങ്ങളുടെ കിച്ചണിന്റെ തീം റെഡ് ആൻഡ് വൈറ്റ് ആണ്. അപ്പോൾ മിക്കവാറും ഞങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ ഞങ്ങളുടെ കിച്ചണിലെ സാധനങ്ങൾ റെഡും വൈറ്റിനും പ്രിഫറൻസ് കൊടുത്താണ് വാങ്ങാറുള്ളത്. ഷോപ്പുകാരനെ ചോദിക്കാറുണ്ട് എന്താ അത്രയും പ്രിഫറൻസ് പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ ചെയ്യും. മിക്കവാറും സെലക്ഷൻ എന്ത് സാധനം വാങ്ങിയാലും ഞാൻ എൻ്റെ ഭാര്യ ഒരുമിച്ചാണ് പോകാം കേട്ടോ. അപ്പോൾ കുഞ്ഞു കുഞ്ഞു ഐറ്റംസ് ആയാൽ പോലും ഞങ്ങൾ നോക്കാറുണ്ട്. അപ്പോൾ കുറേ ഐറ്റംസ് ഒരുമിച്ച് വാങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ച ചെറിയൊരു വീഡിയോ ആയിട്ട് എടുത്ത് വെക്കാം. എടുത്തു വെച്ചാൽ ചിലപ്പോൾ ഞങ്ങൾക്ക് അപ്ലോഡ് ചെയ്യണമെന്നൊന്നുമില്ല കേട്ടോ. ചിലപ്പോൾ ഈ വീഡിയോ വരുമ്പോഴത്തേക്ക് ഇതിൽ പല ഐറ്റംസുകൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും. എനിവേ നമുക്ക് ഒന്നായിട്ട് നോക്കാം എന്തൊക്കെയാണ് ഞങ്ങൾ വാങ്ങിച്ചിരിക്കുന്നതെന്ന്. അപ്പോൾ ആദ്യത്തെ കുറച്ച് ചെറിയ ചെറിയ ഐറ്റംസ് ഞാൻ അൺബോക്സ് ചെയ്തതിന് വെച്ചിട്ടുണ്ട്, ഈസി ആയിട്ട് കാണിക്കാൻ വേണ്ടി. കാരണം എല്ലാം പൊട്ടിക്കാൻ കുറേ സമയം എടുക്കും. ഇതിൽ ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ഓയിൽ ഡിസ്പെൻസർ ആണ്. നമ്മൾ സാധാരണ കുക്കിംഗ് വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ ഞാൻ പറയാറുണ്ട് 1 ടീസ്പൂൺ 2 ടീസ്പൂൺ 1 ടേബിൾ സ്പൂൺ 2 ടേബിൾ സ്പൂൺ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതിന്റെ പ്രത്യേകത, ഇതിന്റെ ഏറ്റവും മേളിലിട്ട് നോക്കുകയാണെങ്കിൽ എല്ലാം മാർക്ക് ചെയ്തിട്ടുണ്ട്. ML-ഉം കണ്ടോ, ടേബിൾ സ്പൂൺ ഒക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട്. വേറൊന്ന്, ഇതിന്റെ 2 സൈഡിലും കണ്ടോ ഇങ്ങനെ അമർത്താനുള്ള സംവിധാനമുണ്ട്. ഇത് നമ്മൾ അമർത്തുവാണെങ്കിൽ ഇതിനകത്ത് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് എത്ര ക്വാണ്ടിറ്റി വേണോ ഇങ്ങനെ അമർത്തി കൊടുത്താൽ മതി, മേളിലേക്ക് ഓയിൽ കയറി വരും. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. 1 ടീസ്പൂൺ ആണെങ്കിൽ എല്ലാം മാർക്ക് 1 ടീസ്പൂൺ 2 ടീസ്പൂൺ 1 ടേബിൾ സ്പൂൺ 2 ടേബിൾ സ്പൂൺ എല്ലാം മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കറക്റ്റ് എടുത്തിട്ട് നമുക്ക് ഒഴിക്കാൻ പറ്റും. ഇത് കുക്കിംഗ് വീഡിയോസ് ചെയ്യുന്നവർക്ക് വളരെ ഈസിയാണ് കാണിക്കാൻ വേണ്ടി, നിങ്ങൾക്കും വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് ആദ്യം. ഇതിന്റെ വില നോക്കുകയാണെങ്കിൽ അത്യാവശ്യം കോസ്റ്റ്ലി ആണ്. 1100 ആണ്, 1100 രൂപയാണ്. കുറച്ച് റെഡ് കളർ കൊണ്ട് മേടിച്ചതാട്ടോ. അപ്പോൾ ഇതവിടെ ഇരിക്കട്ടെ. ഇനി അടുത്ത കുഞ്ഞ് ഐറ്റം എന്ന് പറഞ്ഞാൽ ഒരു ഹാൻഡ് വാഷ് ഡിസ്പെൻസർ ആണ്. ഇതും റെഡ് ആൻഡ് വൈറ്റ് ആണ്. ഇത് ലുലു മാളിൽ നിന്ന് വാങ്ങിയതാണ്. ഇതിന് 249 249 ആണ് ഇതിന്റെ വില. ഓക്കെ, അടുത്തത് കപ്സ്. നമ്മൾ കുക്കിംഗ് വീഡിയോസ് കാണുമ്പോൾ എപ്പോഴും എല്ലാവരും പറയട്ടെ 1 കപ്പ് 2 കപ്പ് 3 കപ്പ്, ആകെ കൺഫ്യൂസ്ഡ് ആകും. നിങ്ങളുടെ കാര്യം എനിക്ക് മനസ്സിലാവും, കൺഫ്യൂഷൻ. ഈ 1 കപ്പ് എന്ന് പറയുന്നത് ശരിക്കും സ്റ്റാൻഡേർഡ് 1 കപ്പ് എന്ന് പറയുന്നത് 240 ml ആണ്. ചിലർ 250 ml യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിനൊരു സെറ്റ് ഞാൻ വാങ്ങിയിട്ടുണ്ട്. അതും റെഡ് ആൻഡ് വൈറ്റ് ആണ്. കേട്ട് 200 രൂപയാണ് ഇതിന്റെ വില. ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഓരോന്നിലും 1/2 1/3 1/4 ഇത് 1 ടേബിൾ സ്പൂൺ ആണ് ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതും വളരെ യൂസ്ഫുൾ ആയിട്ട് ഐറ്റമാണ്. ഇത് വാങ്ങിയിട്ടുണ്ട്. ഇതാ ഓയിലൊക്കെ നമ്മൾ കിട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനം, ഓയിൽ ബ്രഷ് ആണ്. ഇതും റെഡ് ആണ്. ഇതിനൊരു കത്തി വാങ്ങിയിട്ടുണ്ട്, റെഡ് ആൻഡ് വൈറ്റ് ഡിസൈനർ കത്തിയാണ്. ഇത് ശരിക്കും ആമസോണിൽ വാങ്ങിയതാണ്. ഇതിന്റെ വില 289 ആണ് കേട്ടോ, 289 രൂപ. ഇനി ഇരിക്കുന്ന ഐറ്റംസ് റെഡ് ആൻഡ് വൈറ്റ് അല്ല, പക്ഷേ ഒരു വെറൈറ്റി ആണ് നിങ്ങളോട് കാണിക്കാന്ന് വെച്ചു. നമ്മുടെ ഷെല്ലല്ലേ, ഒറിജിനൽ ഷെല്ലാണ്. ഇത് കന്യാകുമാരി പോയപ്പോൾ അവിടെ നിന്ന് വാങ്ങിയതാണ്. പെട്ടെന്ന് കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത്, നമ്മൾ സാധാരണ ഈ കുക്കിങ്ങിന് പൊടികളൊക്കെ ഇടാറില്ല, മസാല പൊടികൾ, മുളക് പൊടി, മല്ലിപ്പൊടി അങ്ങനെ ഇടുമ്പോൾ അതിന് വേണ്ടി ഉപയോഗിക്കാൻ തോന്നി. വളരെ രസമാണ് കേട്ടോ, ഒറിജിനലാണ്. ഇതിന്റെ 6 ഞാൻ വാങ്ങിയിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ ഇവരൊരു ചോപ്പിംഗ് ബോർഡ് വാങ്ങിയിട്ടുണ്ട്. അതും റെഡ് ആൻഡ് വൈറ്റ് തന്നെ. ചോപ്പിംഗ് ബോർഡിൽ വേറെ ഒന്നും ഉണ്ട്, ഗ്ലാസ് പോലെയാണ്, സുഖമല്ല. അപ്പോൾ ഇനി നമുക്ക് വലിയ വലിയ സാധനങ്ങൾ ഒന്നായിട്ട് ഓപ്പൺ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ മെയിൻ അൺബോക്സിങ്ങിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ. നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ആ കൺഫ്യൂഷൻ ഉണ്ടാവും, എന്തുകൊണ്ട് റെഡ് ആൻഡ് വൈറ്റ്. കാരണം എൻ്റെ കിച്ചൻ്റെ തീം റെഡ് ആൻഡ് വൈറ്റ് ആണെന്ന് ഞാൻ പറഞ്ഞു. ആ കിച്ചൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കൂടാതെ എൻ്റെ വീടിൻ്റെ ഇൻറ്റീരിയറിൻ്റെ മൊത്തം വീഡിയോയും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിലും എൻ്റെ കിച്ചൺ കാണാൻ പറ്റും. രണ്ടിൻ്റെയും ലിങ്ക് ഞാൻ കൊടുത്തിരിക്കാം. അത് കണ്ടതിന് ശേഷം ഇത് കാണുക, അല്ലെങ്കിൽ ഇതിന് ശേഷം അത് കാണുക കേട്ടോ. അപ്പോൾ നമുക്ക് ഒന്നായിട്ട് നോക്കാം എന്തൊക്കെയാണ് നമ്മുടെ ഐറ്റംസ് എന്ന്. ആദ്യം ഞാൻ വാങ്ങിയിരിക്കുന്നത്, ആദ്യം കാണിക്കാൻ പോകുന്നത് ഒരു ചെറിയൊരു സാധനമാണ്. കിച്ചണിലേക്ക് വാങ്ങിയതല്ല, ബട്ട് ഭയങ്കര രസമുള്ളൊരു സാധനമാണ്. ഒരു റെഡ് കളർ കാൻഡിലാണ് വാങ്ങിയിരിക്കുന്നത്. ശരിക്കും സെൻറ്റഡ് കാൻഡിലാണ്, നല്ല പെർഫ്യൂംഡാണ്, കത്തുമ്പോൾ നല്ല സ്മെല്ലുണ്ടാവും. ഇത് എൻ്റെ ഭംഗി കണ്ട് വാങ്ങിയതാണ്. 350 രൂപ കേട്ടോ. ഹോം സെൻറ്ററിൽ നിന്ന് വാങ്ങിയതാണ്, 350. അതോട്ടിരിക്കട്ടെ. ഇനി അടുത്തൊരു ചെറിയ ഐറ്റം കാണിക്കാം. ഇത് ആമസോണിൽ നിന്ന് വാങ്ങിയതാണോ. ആമസോണിലെ പാക്കിങ്ങിന് ഇരിപ്പുണ്ട്. ഇതൊരു കിച്ചൺ വെയിങ് മെഷീനാണ്, ഡിജിറ്റൽ വെയിങ് മെഷീനാണ്.
800 രൂപയ്ക്ക് വാങ്ങിയതാണ് കേട്ടോ. നമുക്ക് അത്യാവശ്യം കിച്ചണിൽ സാധനങ്ങളുടെ വെയിറ്റ് എടുക്കാനൊക്കെ വളരെ യൂസ്ഫുള്ളാണ്. എത്ര കിലോ ഇത് 5 കിലോ വരെ വെയിറ്റിൽ എടുക്കാൻ പറ്റും. എത്ര ഗ്രാം എത്ര കിലോഗ്രാം ഒക്കെ നമുക്ക് കൃത്യമായിട്ട് വെച്ചിട്ട് കണക്കാക്കാൻ പറ്റും. ഞാൻ ബാറ്ററി ഇട്ടതിന് ശേഷം ഇതൊന്നൂടെ ഓപ്പറേറ്റ് ചെയ്ത് കാണിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ബാറ്ററി ഇട്ടു, കണ്ടോ, നമ്മളിവിടെ വെയിറ്റ് വെക്കുന്നതനുസരിച്ച് കണ്ടോ, വെയിറ്റ് എടുക്കുകയാണെങ്കിൽ 533 കൃത്യമായിട്ട് കിട്ടും. ഇതും യൂസ്ഫുള്ളാണ്, വേണമെന്നുള്ളൊരു വാങ്ങിക്കോളൂ കേട്ടോ. പിന്നെ അടുത്ത അൺബോക്സ് ചെയ്യാൻ പോകുന്നേ അതെന്താ അറിയുക, ഇത് റെഡ് ആൻഡ് വൈറ്റ് അല്ല, പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സാധനമാണ്. അപ്പോൾ അതിനെ ആദ്യം നിങ്ങളെ കാണിക്കാമെന്ന് വെച്ചു. യെസ്, റെഡെന്ന് വേണമെങ്കിൽ പറയാമല്ലേ, മണ്ണ് കൊണ്ടുള്ളതാണ് കേട്ടോ സാധനം. ഇത് കണ്ടോ, ഇത് ലിഡാണ്. മണ്ണ് കൊണ്ട് 2 പാത്രങ്ങൾ ഞങ്ങൾ വാങ്ങി. ഇതും ലിഡാണ്. ഇതാണ് സാധനം. മൺപാത്രമാണ്, ബട്ട് നമുക്ക് മെറ്റാലിക് എന്താ പറയുക, പിടിയുള്ള സാധനം. ഇത് വളരെ യൂസ്ഫുള്ളാണ്. എൻ്റെ മൺപാത്രങ്ങളൊക്കെ ഓൾമോസ്റ്റ് പോയിരിക്കുകയാണ്, അപ്പോൾ അതുകൊണ്ട് വാങ്ങിയതാണ്. ഇതുണ്ടോ, രസമാണ്. അതും ലിഡ് ഉൾപ്പെടെയാണ് വാങ്ങിയിരിക്കുന്നത്. ഒരെണ്ണം കൂടെ ഉണ്ട്, കുറച്ച് വലുതാണ്. ഇതിനും അടപ്പുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സാധനമാണ്. ഈസിയായിട്ട് ഹാൻഡിൽ ചെയ്യാം നമുക്ക്, മണ്ണിൻ്റെ ആണെങ്കിൽ. കണ്ടോ, ഇതിൻ്റെ വില ഇത് 300 രൂപയാണ്, ഇത് 200 രൂപയാണ്. അടപ്പുൾപ്പെടെ, ലിഡ് ഉൾപ്പെടെ കേട്ടോ. രണ്ടും കൂടെ 500 രൂപയ്ക്ക് വാങ്ങിയതാണ്. നമുക്ക് അടുത്ത ഐറ്റത്തിലേക്ക് കിടക്കാം. ഇത് രണ്ടും ചെറിയ കാസറോൾസാണ്, പക്ഷേ ഡിഫറെൻ്റ് ആണ്. അതിൻ്റെ ചിത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കാം കേട്ടോ. യെസ്, ഞങ്ങളുടെ റെഡ് ആൻഡ് വൈറ്റ് തന്നെയാണ്. കണ്ടോ, വളരെ രസമുള്ളൊരു കാസറോളാണ്. ഇങ്ങനെ തൂക്കി കിടക്കാൻ ഈസിയാണ്, നന്നായിട്ട് ചൂട് നിൽക്കുകയും ചെയ്യും. ഇത് വാങ്ങിയപ്പോൾ ഭയങ്കര യൂസ്ഫുള്ളാണെന്ന് തോന്നി. പിക്നിക്കിനൊക്കെ കൊണ്ടുപോകാൻ വളരെ യൂസ്ഫുള്ളാണെന്ന് തോന്നിയിട്ട് എൻ്റെ ഭാര്യ ഒരെണ്ണം കൂടെ മേടിച്ചിട്ടുണ്ട്. അത് റെഡല്ല വാങ്ങിയത്, ഗ്രീനാണ് വാങ്ങിയത്. സെയിമാണ്. അപ്പോൾ അതിൻ്റെ 2 എണ്ണം മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും മാറ്റി വെച്ചിട്ട് നമുക്ക് അടുത്ത അൺബോക്സ് ചെയ്യാം. ഇത് ശരിക്കും സ്റ്റീമറാണ് കേട്ടോ. സ്റ്റീമർ വീട്ടിലൊരെണ്ണം ഉണ്ടായിരുന്നു, അത് ചീത്തയായി പോയി. അപ്പോൾ പുതിയൊരെണ്ണം മേടിച്ചു. ഇതിൻ്റെ വില 1399, 1400 രൂപ കേട്ടോ. ഇതിലും റെഡിൻ്റെ ഒരു അംശമുണ്ട് കേട്ടോ. ഇത് വേണമെങ്കിൽ നമുക്ക് സാധാരണ പാത്രമായിട്ട് ഉപയോഗിക്കാം, ഇങ്ങനെ അടച്ച് ഉപയോഗിക്കാം. ഇതെല്ലാം എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, ഞാനൊന്ന് കാണിക്കണമെന്നുള്ളൂ കേട്ടോ. ഇനി സ്റ്റീം ചെയ്യണമെങ്കിൽ ഇത് മാറ്റിയിട്ട് ഇത് വെച്ചിട്ട് ഇങ്ങനെ സ്റ്റീമറായിട്ടും ഉപയോഗിക്കാം. അങ്ങനെയാണ് മേടിച്ചിട്ടുണ്ട്. ഇനി ഇത് റെഡും വൈറ്റും കളറും ഒന്നുമല്ല, എന്നാലും പുതിയത് വാങ്ങിയിട്ട് നിങ്ങൾ കാണിക്കുക കേട്ടോ. ഇതൊരു മിക്സിംഗ് ബൗളാണ്, ലാവപ്പാലയുടെ. വളരെ എന്താ പറയുക, കോമൺ, എല്ലാവർക്കും ഉള്ള സാധനം തന്നെ കേട്ടോ. ഇതും ഡിഫറെൻ്റ് ഒന്നുമല്ല, ഭയങ്കര കോമൺ ആണ്. ഇത് സാധനം അത്യാവശ്യം ആയതുകൊണ്ട് വാങ്ങിയതാണ്. ചെറിയ ബിരിയാണി പോട്ട, റെഡാണ് വാങ്ങിയിരിക്കുന്നത്. ഓപ്പൺ ചെയ്ത് കാണിക്കേണ്ട ആവശ്യം എല്ലാവർക്കും അറിയാം. ബിരിയാണി പോട്ട്, സാധാ ചെറിയ ബിരിയാണി പോട്ട്. ലാസ്റ്റിൽ ഏറ്റവും വലിയ സാധനമാണ്, കണ്ടപ്പോൾ തന്നെ മനസ്സിലാവും എന്താണ് അതിനുള്ളത് കേട്ടോ. ബട്ടർഫ്ലൈ റൈനോ പ്ലസ് ടേബിൾ ടോപ്പ് വെറ്റ് ഗ്രൈൻഡർ. എന്നാലും അതിൻ്റെ കളറൊന്ന് കാണിക്കാം ഞാൻ. ഇത് ഞങ്ങൾ പോകുമ്പോൾ ഈ കളർ കണ്ട് മാത്രം എടുത്തതാണ്. പക്ഷേ വർക്കിംഗ് ഒക്കെ ഓക്കെയാണ്, നല്ലതാണ്. ബട്ടർഫ്ലൈയുടെ ആണ്, ബട്ട് കുറച്ച് കോംപ്രമൈസ് ചെയ്തു കളർ കിട്ടാൻ വേണ്ടി. കുറച്ച് ഡിസ്പ്ലേ ഇരുന്ന പീസ് ഞങ്ങൾ അഴിച്ചു വാങ്ങുമായിരുന്നു കേട്ടോ. യെസ്, ഇതാണ് സാധനം. ഞാൻ പുറത്തോട്ട് എടുത്തിട്ട് കാണിക്കാം കേട്ടോ.
യെസ്, പക്കാ റെഡ് ആൻഡ് വൈറ്റ്. ഇതിലും നല്ലൊരു റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ കിട്ടാൻ അവിടെ ഇല്ല. അപ്പോൾ ഞങ്ങൾ ലാസ്റ്റ് അവിടെ ഡിസ്പ്ലേ വെച്ചിരുന്ന സാധനം തന്നെ അവിടെ നിന്ന് അഴിച്ചെടുത്ത് കൊണ്ടുവരിക ചെയ്തത് കേട്ടോ. സാധാ നോർമൽ ഗ്രൈൻഡർ തന്നെയാണ്, 2 ലിറ്ററിൻ്റെ. ബാക്കിയെല്ലാം ഞാൻ പറയാനറിയാലോ ഇതൊരു സാധനങ്ങൾ എന്തൊക്കെയാണെന്ന്. അതിൻ്റെ വർക്കിംഗ് ഒന്നും കാണിക്കേണ്ട ആവശ്യമില്ല. ഇതിൽ പിന്നെ കോക്കനട്ട് സ്ക്രാപ്പർ ഉണ്ട്, തേങ്ങ ചുരണ്ടാൻ പറ്റിയ സാധനം വെച്ചിട്ട് ഇങ്ങനെ തേങ്ങ പിടിച്ചു കൊടുത്താൽ മതി. അതുണ്ട്. ബാക്കിയെല്ലാം ആസ് യൂഷ്വൽ. ഒരു നീഡറുണ്ട്. അപ്പോൾ ഇത് ഇത്രയും ഐറ്റംസാണ് ഞങ്ങളുടെ റെഡ് ആൻഡ് വൈറ്റ് കിച്ചണിലെ പുതിയ അതിഥികൾ. ഇതിൽ ഈ ഗ്രീൻ ഒഴിച്ച് മിക്കവാറും എല്ലാം എന്തെങ്കിലുമൊക്കെ റെഡോ വൈറ്റോ ഒക്കെ ഉണ്ടാവും. ഇത് ഞാൻ പറഞ്ഞു എക്സ്ട്രാ വാങ്ങിയതാണ്. അപ്പോൾ എനിവേ, ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞൊരു വാവ് വീഡിയോ ഒന്നും അല്ല, പക്ഷേ ഞങ്ങൾ വാങ്ങിയ ഐറ്റംസ് നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കുക. കാരണം ഇത് പലപ്പോഴും നിങ്ങൾ എൻ്റെ കുക്കിംഗ് വീഡിയോസിൻ്റെ കണ്ടുകൊണ്ടിരിക്കും. അപ്പോൾ പലരും ചോദിക്കും എവിടെ നിന്ന് വാങ്ങിയെന്നൊക്കെ. അപ്പോൾ ഈ വീഡിയോയെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക. സോ കുറച്ച് പേർക്കെങ്കിലും ഈ വീഡിയോ ഇഷ്ടമായി ഞാൻ കരുതുന്നു. ഇഷ്ടമായെങ്കിൽ അതും കമൻ്റായിട്ട് അറിയിക്കുക. സോ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ഫ്രം പജീസ് ഇന്നോവേഷൻസ്.